ദൈവം നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷമായിരിക്കും സമയം നമുക്ക് തിരുവചന ചിന്തകൾക്കായിട്ട് ഒരിക്കൽ കൂടി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹെബ്രായക്കാർക്ക് ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഏകദേശം 10-ാം വാക്യം വരെ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിപ്പാനിടയായി. ഈ പ്രത്യേകിച്ച് ഹെബ്രായക്കാർക്ക് ലേഖനം നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് ഒരു കൂട്ടം ഹെബ്രായ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ യഹൂദ വിശ്വാസികൾക്ക് ആ സത്യം വരച്ച് കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുവാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ആണോ എന്നറിയില്ല, ആരാണെങ്കിലും എഴുതിയ ഒരു ലേഖനമാണ്. പ്രത്യേകിച്ച് യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാളും എന്തൊക്കെ യഹൂദർ അല്ലെങ്കിൽ ഇസ്രായേൽക്കാർ ശ്രേഷ്ഠമെന്നും വലുതെന്നും എണ്ണിയോ അതിനേക്കാളെല്ലാം ഉന്നതനാണ് യേശു എന്ന് വ്യക്തമായി വരച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയാണ് അപ്പോസ്തലനായ ലേഖനകർത്താവ്. ഈ പൗലോസ് അപ്പോസ്തലന് ഒരുപാട് താലിഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാരെക്കാളും കർത്താവായ യേശു ക്രിസ്തു ഉന്നതനാണ്. ദൂതന്മാരെക്കാളും മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തത് ദൂതൻ മുഖാന്തരമാണെന്ന് ചിലയിടങ്ങളിൽ എഴുതിയിരിക്കുന്നു. മോശയെക്കാളും ഉന്നതനാണ് യേശു, യോശുവയെക്കാളും ഉന്നതനാണ്. അതിനുശേഷം അഹറോനേക്കാളും ആലയത്തെക്കാളും യേശു ഉന്നതനാണ്. അവസാനമായിട്ട് യേശു ക്രിസ്തു മഹാപുരോഹിതൻ ആണ്, അല്ലെങ്കിൽ എല്ലാ മഹാപുരോഹിതന്മാരെക്കാളും ഉന്നതനാണ്. ഈ ഒരു ഭാഗം വരുമ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വസിക്കുവാൻ, ബാക്കിയൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷേ ഈ ഒരു ഭാഗം അവർക്ക് വിശ്വസിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം യേശു ക്രിസ്തുവിനെ പറ്റി അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്ന വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, ഒരു മഹാപുരോഹിതന് ഉണ്ടായിരിക്കേണ്ട പല ഗുണങ്ങളും കർത്താവിൽ അവർക്ക് കാണുവാൻ സാധിച്ചതിലേക്ക് നമുക്ക് കടന്നു വരാം. അതുകൊണ്ട് തന്നെ യേശു മഹാപുരോഹിതനാണ്, അല്ലെങ്കിൽ എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനാണ്. ഇനി പൗരോഹിത്യം അല്ലെങ്കിൽ മഹാപുരോഹിതൻ്റെ ജോലി അവസാനിച്ച് ഭൂമിയിലുള്ളത് പൗരോഹിത്യത്തിൻ്റെ ലേവി ഗോത്രത്തിലുള്ള പൗരോഹിത്യത്തിൻ്റെ അവസാനം കർത്താവ് കുറിച്ചു. അതിൽ നിന്ന് പുതിയൊരു പൗരോഹിത്യത്തെ കർത്താവ് വീണ്ടും ഒരു വഴി തുറന്നു. ഒരു പുതിയതായി ഒരു പൗരോഹിത്യത്തെ കർത്താവ് മുഖാന്തരം ദൈവസഭയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവർക്കൊന്ന് വെളിപ്പെടുത്തുവാൻ വളരെ തത്രപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടെ ഈ ഒരു സത്യം ഇവർക്ക് വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഏകദേശം 7-ാം അധ്യായം തുടങ്ങി 10-ാം അധ്യായം വരെ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അത്രയും, അല്ലെങ്കിൽ 3-4 ലേഖനങ്ങളോളം ഇതിനെപ്പറ്റി മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തു ആയത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിലേക്ക് കടന്നു വരാം. അപ്പോൾ കർത്താവായ യേശു ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ എങ്ങനെ വ്യത്യസ്തനായി? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ അത്ര ശ്രേഷ്ഠനായി തീരുന്നത്? കേരള അത്ഭുതം ചെയ്യുന്നൊരു മഹാപുരോഹിതനല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇന്നുവരെ ചെയ്യാത്തത് ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായിട്ടല്ല, മഹാപുരോഹിതനായിട്ടല്ല നമ്മളവിടെ കാണുന്ന കർത്താവ്. ആ മഹാപുരോഹിതന് ഇനി അവസാനമില്ല, തുടക്കമില്ല, അവസാനമില്ല. അവൻ എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനായി പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുന്ന യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, ഒരു പുരോഹിതൻ്റെ അടുക്കലും പോകേണ്ട, ഒരു വ്യക്തിയുടെ അടുക്കലും പോകേണ്ട, ഡയറക്റ്റ് ദൈവത്തോട് സംസാരിക്കും. ഒരു പുരോഹിതൻ എപ്പോഴും പുരോഹിതൻ്റെ ജോലി നമുക്കറിയാം, ദൈവവുമായിട്ട് മനുഷ്യന് വേണ്ടി ഇടിവ് നിൽക്കുന്ന മനുഷ്യൻ പുരോഹിതനോട് പറയുന്നു, പുരോഹിതൻ ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ മാറി മഹാപുരോഹിതന് മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കും. പക്ഷേ അത് അവിടെ തീർന്നിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും 24 മണിക്കൂറും 365 ദിവസവും ധൈര്യത്തോടെ ഒരു കുട്ടിയുടെ ആവശ്യമില്ല, ഒരു കുറുപ്രാവിൻ്റെ ആവശ്യമില്ല, ഒരു നേർച്ചക്കാഴ്ചകളുടെ ആവശ്യമില്ല, പുണ്യസ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ, എവിടെ ഇരിക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് യേശുവെ നിന്ന് വിളിച്ചാൽ
പിതാവ് ശബ്ദം കേൾക്കുവാൻ, എൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. അത് ഫ്രീ ആയിട്ട് ആവാ പിതാവേ എന്ന സ്വന്തം നമ്മുടെ ദൈവപിതാവിനെ വിളിക്കുവാൻ ഒരു അവകാശവും അധികാരവും ഈ മഹാപുരോഹിതനിലൂടെയാണ് കടന്നു വരുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ആമേൻ വളരെ വളരെ ആഗ്രഹിക്കുന്ന ഒരു ലേഖന കർത്താവിനെയാണ് കാണുന്നത്. കാരണം ഇതൊരു വലിയ ദൈവിക വിടുതലും ഒരു നിത്യതയുടെ അവകാശിയായി തീരുവാൻ, രക്ഷയ്ക്ക് ഏറ്റവും ഉതകുന്നതുമായുള്ള കാര്യമായതുകൊണ്ട് വളരെ വിശദമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. കാരണം ഇന്ന് പാരമ്പര്യ സഭകൾക്കും ഈ ഹെബ്രായ ലേഖനം വായിക്കുവാൻ അവർ പലതും ഇത് മാറ്റണമെന്ന് പറയുന്നവരുണ്ട്. ഇത് പലപ്പോഴും പറയാറില്ല. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് നമുക്കൊന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ സ്തോത്രം, പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് ആഴം കൂടും. യേശുവുമായിട്ടുള്ള കൂട്ടുബന്ധം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. അതുവഴി നിരവധിയായിട്ടുള്ള ദൈവിക വാക്തത്വങ്ങളും ദൈവിക പ്രവൃത്തികളും ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഇന്ന് നമ്മൾ ഈ വചനം സംസാരിക്കുമ്പോൾ കർത്താവിനോടുള്ള വിശ്വാസവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടി ഊട്ടി ഉറപ്പിക്കുവാൻ ഉതകുന്നതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ പ്രത്യേകതകൾ 7 കാര്യം നമ്മൾ സംസാരിച്ചു. വീണ്ടും അല്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, ആയ ഒരു മഹാപുരോഹിതനാണ്. യേശു ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി 24 മണിക്കൂറും, ഒരു ദിവസം ആണ്ടിൽ ഒരിക്കലല്ല 24 മണിക്കൂറും 365 ദിവസവും എനിക്ക് നിങ്ങൾക്കും കടന്നു ചെല്ലുവാൻ വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ഉള്ള ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ ആ ശബ്ദം കേട്ട് പിതാവിനോട് എൻ്റെ കാര്യത്തെ സംസാരിക്കുവാൻ, അത് അവതരിപ്പിക്കുവാൻ എനിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കർത്താവ് ദൈവത്തിന് വായിൽ ഒരു വാക്ക് വന്നാൽ മതി. ഒരു വചനം അയച്ചാൽ അതിൻ്റെ നിവർത്തീകരണം നടക്കാതെ അത് തിരികെ വരികയില്ലെന്ന് 55 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായത്തിൽ പറയുമ്പോൾ, ഇന്ന് എൻ്റെ വിഷയത്തിന് ഒരു വിടുതൽ വേണമെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ മതി. അത് എത്ര വലിയ വിഷയമാണെങ്കിലും വിശ്വാസത്തിൽ എത്ര പറയും, എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒറ്റ വാക്ക് വന്നാൽ എൻ്റെ വിഷയത്തിന് അന്ന് പരിസമാപ്തിയാണ്. അതിൻ്റെ പൂർണ്ണമായൊരു വിടുതൽ, ഏത് രോഗമാണെങ്കിലും മരണകരമായ അവസ്ഥകളാണെങ്കിലും അതിൻ്റെ മേൽ ഇന്ന് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ മതി. കഥാവ് സംസാരിച്ചാൽ മതി. അപ്പോൾ ഏത് സമയത്തും കടന്നു ചെല്ലുവാൻ പ്രത്യേകിച്ച് ഒരു കുമ്പസാര കൂട്ടിച്ചെല്ലേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. ഇതൊരു അത്ഭുതകരമായി ചിലപ്പോൾ തോന്നിയേക്കാം. അത് അവർക്ക് പലപ്പോഴും ഏറ്റെടുക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. കാരണം ഇത് വെറുതെ പറയുന്നാൽ ഇതിൻ്റെ ആധികാരികത വരുന്ന ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മഹാപുരോഹിതന് നമുക്കറിയാം, അദ്ദേഹം ഈ മഹാപുരോഹിതന് ഇന്ന് വരെ പാപത്തിൻ്റെ ദംശനമേക്കാത്തൊരു മഹാപുരോഹിതനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. മാത്രമല്ല ദൈവത്തിൻ്റെ പുത്രനായിട്ടും ദൈവികമായ മഹത്വത്തിൽ ഇരുന്നിട്ടും എന്നോട് കരുണ കാണിക്കുവാനും എന്നോട് എംപതൈസ് ചെയ്യുവാനും ഞാൻ കടന്നു പോകുന്ന എൻ്റെ ഈ അവസ്ഥ, ഞാൻ അനുഭവിക്കുന്ന വേദന അതുപോലെ തന്നെ നമ്മുടെ വേദനകളാണ് യേശുവേറ്റ. ഇന്ന് ആരെങ്കിലും വേദനയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചോ, നിങ്ങൾ അനുഭവിക്കുന്ന വേദന അതുപോലെ തന്നെ എക്സാക്ട്ലി ദ സെയിം ആയിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ, എൻ്റെ അമ്മയോ നിങ്ങളുടെ മാതാവോ പിതാവോ നിങ്ങളുടെ ഏറ്റവും അടുത്തവരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് അതുപോലെ തന്നെ കർത്താവിന് അറിയാം. കാരണം നമ്മൾ ആ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ നമ്മളോട് സിമ്പതൈസ് ചെയ്യുക മാത്രമല്ല, നമുക്ക് വേണ്ടി പിതാവിനോട് ഇടിവിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു ആ മഹാപുരോഹിതന് മാറ്റമില്ല. എപ്പോഴും അപ്പോയിൻറ്റഡ് ഫോർ എവർ, എന്നേക്കും മഹാപുരോഹിതനായി ദൈവം തന്നെ ആ കർത്താവിനെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവം തന്നെ നിയമിച്ച വ്യക്തി. അതുകൊണ്ട് ഇനി മാറാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ തിരുമേനിമാരും പാസ്റ്റർമാരും ബിഷപ്പുമാരും ഒക്കെ മാറും. പക്ഷേ നമ്മുടെ മഹാപുരോഹിതൻ്റെ ഭൂമിയിൽ പക്ഷേ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മഹാപുരോഹിതന് ഇനി മാറ്റമില്ല, എന്നേക്കും നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. നമ്മുടെ വരും തലമുറ കൂടെ തന്നെ എല്ലാവർക്കും വേണ്ടി മഹാപുരോഹിതൻ്റെ മാറ്റം വരാത്ത മഹാപുരോഹിതനായി യേശു നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഒരു മഹാപുരോഹിതൻ നിത്യതയുടെ കാരണമായി തീർന്ന ഒരു മഹാപുരോഹിതൻ. കുഞ്ഞാട്ടിൻ്റെ കുട്ടിയല്ല, കുഞ്ഞാടല്ല, മറ്റൊരു വ്യക്തിയുമല്ല. ആ മഹാപുരോഹിതൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ തക്കവണ്ണം അത്ര ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനെ അവർക്ക് ഒരു കഴിഞ്ഞ അധ്യായത്തിലൂടെ വരച്ച് കാണിച്ചിട്ട് വീണ്ടും ഇത് പോരാ, ഇനിയും ഇത് മനസ്സിലാകാൻ കഴിയുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാപുരോഹിതൻ ശ്രേഷ്ഠത എന്താണെന്ന്, അല്ലെങ്കിൽ ഈ മഹാപുരോഹിതൻ എങ്ങനെ യേശുക്രിസ്തു എങ്ങനെ ഒരു മഹാപുരോഹിതനാകുവാൻ സാധിക്കുന്നു എന്ന് അപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ വിശ്വാസം യഥാർത്ഥത്തിൽ അത് സത്യമാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ചില കാരണങ്ങൾ പറഞ്ഞിട്ടും ഇവർക്കൊരു ബോധ്യം കിട്ടുന്നില്ല. സ്തോത്രം. അപ്പോൾ
അദ്ദേഹം ഇത് മനസ്സിലാകാതിരുന്നപ്പോൾ ഇവരെപ്പറ്റി അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു ദുഃഖമുണ്ടായി ലേഖനകർത്താവിന്. അപ്പോൾ അത് കാരണമായിട്ട് പറയുന്നതാണ് 11-ാം വാക്യം. നമുക്ക് കിട്ടിയെങ്കിൽ വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഹെബ്രായക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ദൈവസഭയ്ക്കുൽ ഉള്ളിൽ ഉള്ളവർ അവർക്ക് ഒരു ആത്മീയമായിട്ട് അവരുടെ ആത്മീയ കണ്ണുകൾ പ്രകാശിക്കുവാനും ദൈവിക സത്യങ്ങൾ വെളിപ്പെടുവാനും ഇടയാകാതിരിക്കുമ്പോൾ അതിലേറ്റവും ദുഃഖിക്കുന്നത് സഭയിലെ പാസ്റ്ററല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മൂപ്പന്മാരല്ല, ഏറ്റവും ദുഃഖിക്കുന്നത് ദൈവമാണ്. സ്തോത്രം. അതിനെപ്പറ്റി നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടന്മാർ. അപ്പോൾ അവിടെ പറയുകയാണ് എന്തിനെക്കുറിച്ചാണ്? യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ കുറിച്ച് പറയുവാൻ ഇനിയും വളരെ ഞങ്ങൾക്ക് പറയാം. അത് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുവാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ അല്പം വിഷമമാണ്. കാരണം നിങ്ങൾക്ക് ആത്മീയമായിട്ട് നിങ്ങൾക്കൊരു പക്വത വന്നിട്ടില്ല. അത് ആയി തീരുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ദൈവിക സത്യങ്ങളുടെ വെളിപ്പാടുകൾ ഉള്ളിൽ ലഭിക്കാത്ത ഒരു കൂട്ടം യഹൂദ വിശ്വാസികളെ നോക്കി പറയുകയാണ്. അദ്ദേഹം അല്പം ദുഃഖത്തോടെയാണ് പറയുന്നത്. പിന്നീട് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. കാരണം യു ആർ റെസിസ്റ്റിങ് ഇറ്റ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പറയുന്ന ദൈവിക സത്യങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ സത്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ആ ദൈവവചനത്തെ റെസിസ്റ്റ് ചെയ്താൽ ആ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കത്തില്ല. ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ ഹൃദയങ്ങളൊന്ന് തുറന്ന് ആ വചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാവോ, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ തുടങ്ങും. അതുകൊണ്ട് ആ ഹൃദയങ്ങളെ കാഠിന്യമാക്കിയത് കൊണ്ടാണ് യഹൂദന് ഇന്നും ഹൃദയങ്ങൾ കഠിനമാക്കിയത് കൊണ്ടാണ് ഇന്നും യഹൂദന് ഈ ഒരു സത്യം വെളിപ്പെടുവാൻ ഇടയാകാത്തത്. ഇന്നും മഹാപുരോഹിതനെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മഹാപുരോഹിതനെ ആക്കിയിട്ട് വീണ്ടും ഒരു ആലയം വീണ്ടും പണിയുവാൻ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കും. വളരെ വളരെ വേഗത്തിൽ അതിൻ്റെ ആലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചെന്നൊക്കെ നമുക്കറിയാം. സ്തോത്രം, പലർക്കും അറിയാം. അപ്പോൾ ഇന്ന് കഥാവ് അവിടെ അതുകൊണ്ട് പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുമോ എന്നറിയത്തില്ല, പക്ഷേ അത് തെളിയിച്ചു തരാൻ വിഷമമാണ്. എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവിക വെളിപ്പാട് ദൈവിക സത്യങ്ങൾ വെളിപ്പെട്ട് വരുവാൻ അത് ഒരുപാട് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഒരാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ചിലപ്പോൾ ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, സ്തോത്രം. പക്ഷെ ആർക്കും ഉറക്കം വരാതിരിക്കട്ടെ, ആർക്കൊരു മടുപ്പായി തീരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി സംസാരിച്ചാൽ അതിൻ്റെ ഏകദേശം 50% യഥാർത്ഥത്തിൽ ഒരുപാടുള്ള ഹൃദയത്തിൽ ചെല്ലുകയുള്ളൂ, മാനുഷികമായി സംസാരിച്ചാൽ. പക്ഷെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങിയാൽ, പ്രത്യേകിച്ച് അതിനകത്ത് വലിയ ഗിമിക്സ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തോട് സംസാരിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിന് ആത്മീയമായിട്ട് വളരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏത് ദൈവദാസൻ്റെയും ഏത് സഭയെ നയിക്കുന്ന ദൈവം കണ്ടിരിക്കുന്ന ദൈവദാസ്, യഥാർത്ഥത്തിൽ ദൈവം കണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എപ്പോഴും സഭയിലുള്ളവർ, സഭയ്ക്കകത്തുള്ളവർ ആത്മീയമായിട്ട് അവർ പക്വത പ്രാപിക്കണം, അവർ വളരണമെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അത് അങ്ങനെ അല്ലാത്ത അവസ്ഥകൾ പലയിടത്തും എന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫീഷ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ എഫീഷ്യ സഭയോട് 3 വർഷത്തോളം അതിലധികം ദൈവസഭയോട് രാവും പകലുമില്ലാതെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോസ്തലനായ പൗലോസ് വാ തുറന്നാൽ വചനം മാത്രമേ വരത്തുള്ളായിരുന്നു. വെളിപ്പാടുകൾ അധികമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് തല വെട്ടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ ശബ്ദിച്ചുകൊണ്ടിരുന്നു. ശരീരത്തിൽ നിന്ന് വേർപെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ അത് അനങ്ങിക്കൊണ്ടിരുന്ന നാവുകൾ അനങ്ങിയെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അത്ര ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവിക സഭയ്ക്ക് പകരപ്പെട്ട ദൈവിക സത്യങ്ങൾ ദൈവസഭ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ശത്രുവിൻ്റെ പൈശാചിക മണ്ഡലങ്ങൾ
ബന്ധനങ്ങളുടെ പിടി അഴിയണമെങ്കിൽ, പൈശാചിക ബന്ധനത്തിന്റെ കെട്ടഴിയണമെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ വചനത്തിന് സത്യം വെളിപ്പെട്ടാൽ ഞാനും നിങ്ങളും വിടുവിക്കപ്പെടുകയാണ്. ഇന്ന് അനേക സത്യങ്ങൾ എനിക്കും വെളിപ്പെട്ടിട്ടില്ല, ഇനിയും വെളിപ്പെടാൻ ഒരുപാട് സത്യങ്ങളുണ്ട്. പക്ഷെ കിട്ടിയ സത്യം ഈ ദിവസങ്ങൾ മുറുകെ പിടിക്കാൻ തയ്യാറാണോ? ഈ ദിവസങ്ങളിൽ അതിലധികമായ ആഴമേറിയ ദൈവിക സത്യങ്ങളിലേക്ക് ദൈവസഭയെ പരിശുദ്ധാത്മാവ് മുന്നോട്ട് നടത്താൻ പോവുകയാണ്. ഇന്ന് അവിടെ എഫീഷ്യൽ ലേഖനത്തിൽ നമുക്ക് കാണാപ്പാടമായിരിക്കുന്ന ഒരു വചനമാണ് എഫീഷ്യൽ 1:17-19. അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തനിക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരുവാൻ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ, അവൻ്റെ വിളിയാലുള്ള ആശ എന്താണെന്ന് തിരിച്ചറിയുവാൻ, വിശുദ്ധന്മാരുടെ മഹിമാധനം എന്താണെന്ന് തിരിച്ചറിയുവാൻ, അവൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയുവാൻ, നിങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവൻ്റെ ബലത്തിന് വല്ലവത്താൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിയേണ്ടതിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ അവരുടെ ആത്മീയ ഹൃദയം തുറക്കുവാൻ, ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ, അതെ ആത്മാർത്ഥമായി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു വ്യക്തി, നമ്മൾ പലരും ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരും, പക്ഷേ പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ ആത്മീയ അവസ്ഥയ്ക്ക് മാറ്റം വരാതിരിക്കുന്നത് എനിക്കൊരു അത്ഭുതം തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നുള്ളതുകൊണ്ടല്ല, പക്ഷെ വളരെ സിമ്പിളാണ് സുവിശേഷം. പക്ഷേ എന്നെക്കാളും വളരെ വൈഭവമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലും എത്രയോ ഉന്നതമായ പദവികളിലിരിക്കുന്നവർ, എന്നെക്കാളും ഐക്യമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പലർക്കും ഇത് പിടികിട്ടുന്നില്ല, അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം അവർ ഹൃദയം മന്ദീഭവിച്ചു പോയിരിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രഭുവായവൻ അവരുടെ കണ്ണുകളെ കുരുടാക്കിയിട്ടിരിക്കുകയാണ്. ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകിൽ നിന്ന് മറച്ചു വെച്ചത് ശിശുക്കളെ പോലെ ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നവർക്ക് വെളിപ്പെടുത്തുന്ന ഒരു നല്ല ദൈവത്തെ നമ്മൾ ഹൃദയത്തെ താഴ്ത്തുവാൻ തയ്യാറാണോ? ഇന്ന് ഹൃദയ കണ്ണുകളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കും. ഇത് എല്ലാം ജീവിതത്തിൽ തരും കേട്ടോ. എല്ലാ സാമ്പത്തികമായ എല്ലാ വിടുതലും ഒരുപക്ഷെ ശത്രു താഴ്ത്തുന്നതിന് അത്ര ബുദ്ധിമുട്ടൊന്നും അത്ര കാണത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ സത്യം ദൈവജനം തിരിച്ചറിയരുതെന്ന് പൈശാചികമായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്നത്, ഒരിക്കലും അത് വെളിപ്പെടരുത്. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ലോകത്തിന് ഏറ്റവും നന്നായിട്ട് അറിയാം. നമ്മളെക്കാളും പല വചനങ്ങളും പൈശാചികമുള്ളത്തിന് അറിയാം. അതിൻ്റെ വെളിപ്പാട് പലതും ഇല്ലെന്നുള്ളൂ, അത് അനുസരിക്കത്തില്ലെന്നുള്ളൂ. പക്ഷേ യേശു ക്രിസ്തു ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം ലോകത്തിന് രക്ഷ വരുമെന്ന് പൈശാചികമെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിൽ തറയ്ക്കുകയില്ലായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് പലർക്കും യേശു ക്രൂശിൽ മരിച്ചത് എന്തുകൊണ്ടെന്നാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഇരുട്ടിൻ്റെ പൈശാചിക മണ്ഡലങ്ങൾക്ക് വ്യക്തമായി യേശു എന്തിനാണ് മരിച്ചെന്നൊന്ന് ക്രൂശിൽ ഇന്ന് പലരും അപഹസിക്കുകയും പരിഹസിക്കുകയും യേശുവിനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പരിഹസിക്കുന്നവർക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടി അവരെ നിത്യത, അല്ലെങ്കിൽ അവർക്ക് നിത്യത ഒരുക്കുവാൻ വേണ്ടിയാണ് യേശു മരിച്ചെന്നുള്ളത് പൈശാചിക മണ്ഡലങ്ങൾക്കറിയാം. പക്ഷേ ഇത് ജനത്തിൽ നിന്നും അത് മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം അത് വിശ്വസിച്ചാൽ അന്ന് അവരുടെ വിടുതൽ തുടങ്ങി. അപ്പോൾ ഈ ഒരു സത്യം ഈ യഹൂദ വിശ്വാസികളോട്, ഈ മെസ്സിയാനിക് ജ്യൂസിനോട് ഒന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത്രയധികം ഈ വചനം വളരെ 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 ആഴത്തിലും വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ടുമൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ദൈവം ആഗ്രഹിക്കുന്നു, കേൾക്കുന്ന എന്നെയും നിങ്ങളും ഞാനുമൊക്കെ ഇതിന് അധികമായിട്ടുള്ള ദൈവിക വെളിപ്പാടിൻ്റെ സത്യത്തിലേക്ക് വരുവാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഒരു ആത്മീയമായിട്ട് മന്ദീഭവിച്ച് എനിക്ക് പലതും മനസ്സിലാകുന്നില്ല, ഈ ദൈവവചനത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ എനിക്കൊരു വലിയ തേഴ്സ്റ്റ് ഹൃദയത്തിലില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയം മന്ദീഭവിച്ച്, ദൈവം വളരെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നൊരു മണ്ഡലമാണ് ഇത്. സ്തോത്രം. കാരണം കർത്താവ് യേശുക്രിസ്തു പലപ്പോഴും റിബ്യൂക്ക് ചെയ്യുന്നുണ്ട്. കർത്താവ് ചിലരെയൊക്കെ പലപ്പോഴും കർത്താവ് അവരെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ നമുക്കറിയാം, നിങ്ങൾ മന്ദബുദ്ധികളെന്ന് മലയാളത്തിൽ എഴുതുന്നത് അത്ര കറക്റ്റ് അല്ല. കർത്താവ് അങ്ങനെ മന്ദബുദ്ധി എന്നാരെ വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്ലോ ഇൻ മൈൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷേ യേശുക്രിസ്തു മരിച്ചുവെന്ന് ഉയർത്തുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുകയാണ്, ആ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു അവരോട് സംസാരിച്ച് ഈ സത്യം മുഴുവൻ വെളിപ്പെടുത്തിയതിന് ശേഷമാണ് യേശുക്രിസ്തു അപ്രത്യക്ഷമായത്. അപ്പോൾ ഇന്ന് ഈ ഒരു സത്യം അറിയുവാൻ, ലോകം അറിയുവാൻ ദൈവം ആഗ്രഹിക്കുക. അത് നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിച്ചെങ്കിലേ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്,
നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്നവർക്ക് നമുക്കൊരു പുൾപ്പിറ്റല്ല ആദ്യ ആവശ്യം. നമുക്ക് കർത്താവിൻ്റെ ഈ സത്യം അനേകം അറിയിക്കുവാനൊരു ദാഹം നമുക്ക് വേണം. പലർക്കും അവരുടെ പേരറിയുവാനാണ് ആഗ്രഹം. പക്ഷെ ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടത് ദൈവമക്കൾ, ആത്മാക്കൾക്ക് വേണ്ടി ഒരു ദാഹമാണ്. നിത്യത അനേകർ കണ്ടെത്തുവാൻ ഈ ദിവസങ്ങൾ കർത്താവേ എന്നെ ഉപയോഗിക്കണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ അവരെയാണെന്ന് ദൈവത്തിന് ആവശ്യം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ സ്തോത്രം പോസ്റ്ററുകളിൽ പടം വരുവാനോ എൻ്റെ പേര് യൂട്യൂബിൽ എല്ലാവരും അറിയണമെന്നോ എന്നുള്ളതല്ല. അതിനപ്പുറത്ത് അനേകം നഷ്ടപ്പെട്ടിരിക്കുന്ന അനേക ആത്മാക്കൾ, ഈ സത്യം അറിയാത്ത അനേകർ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഞാൻ മുഖാന്തരം അവർ രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരുവാൻ, അനേക തീച്ചൂളിൽ നിന്ന് വലിച്ചൂരപ്പെടുവാൻ ഇതൊരു സത്യം അനേകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തൻ്റെ സ്വന്തം പുത്രനെ ആദ്യ നമുക്ക് വേണ്ടി തന്നതിൻ്റെ കാരണം അവൻ നശിച്ചു പോകാതെ ലോകത്തിൽ ഉള്ളവർ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 3:14 നമുക്ക് സുപരിചിതമായ വേദവാക്യമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നിരന്തരമായി നമ്മൾ ഭവനത്തിൽ കണ്ടുമുട്ടുന്നവരോട് ഈ സത്യമൊന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യാശ വരത്തുള്ളൂ. ഈ വചനത്തിന് വേണ്ടി ദാഹം ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകണമേ. എല്ലാം നല്ലതാണ്. നമ്മൾ കൈവച്ച ചിലവർ രോഗി സൗഖ്യമാകും, അതൊക്കെ ശരിയാ. പക്ഷെ അതിനപ്പുറത്ത് ഈ ദിവസങ്ങൾ ആത്മീയ സത്യങ്ങൾ, നമുക്ക് കഥാവ് പറഞ്ഞ ആത്മീയ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല. യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിൻ്റെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, സത്യം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കും അകത്തളങ്ങളിൽ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഗ്രഹിക്കുന്നു, ചില മാനസിക നിലവാരങ്ങളിൽ ചിലരെ സ്വതന്ത്രമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവവേദ്യമായതുകൊണ്ട് ഞാൻ പറയുന്നത്, നിരന്തരമായി ഇന്ന് ഞാൻ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എൻ്റെ മാനസിക തലങ്ങളിലും അനേക ഇടങ്ങളിലൊക്കെ. അതുകൊണ്ട് നിരന്തരമായിട്ട് കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലും ദൈവവചനം കേൾക്കും. ഇന്ന് പലർക്കും ഒരു സൺഡേ മീറ്റിംഗ് കൊണ്ട് തീരുന്ന കൂട്ടായ്മയല്ല യഥാർത്ഥത്തിൽ ദൈവസഭയുടെ കൂട്ടായ്മ. എത്രയധികം ദൈവസഭയിൽ നമുക്ക് ഒന്നിച്ച് ചേരുന്നുവോ, എത്രയധികം ദൈവത്തെ ആരാധിക്കുന്നുവോ, എത്രയധികം ദൈവവചനം നമ്മൾ കേൾക്കുന്നുവോ. പലരും ജോലിയുടെ തിരക്കുകൾ നിമിത്തം വചനം വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. പക്ഷേ വചനം കേൾക്കുവാൻ കഴിയുമെങ്കിൽ, എവിടെയെല്ലാം കേൾക്കുവാൻ കഴിയുമെങ്കിൽ അത് കേൾക്കുക. വായിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും അനുഗ്രഹം. വായിക്കുകയല്ല, നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുമെങ്കിൽ അത് പൊരുൾ തിരിഞ്ഞ് മനസ്സിലാകുവാൻ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച ആരെങ്കിലും കർത്താവേ ഈ വചനം വായിക്കാൻ കഴിയാതെ ഇന്ന് കണ്ണുകളെ മൂടുന്ന, അതിനെതിരെ വാദിക്കുന്ന ഏതെങ്കിലും ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ശാസിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. മടുപ്പ് കൊണ്ടിരുന്ന ഈ ദിവസങ്ങൾ മടി കൊണ്ടിരുന്ന ഈ ദിവസങ്ങൾ ഉറക്കം കൊണ്ടിരുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. ഇന്ന് ഈ ദിവസങ്ങളിൽ ഒരാഗ്രഹമുണ്ടോ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തും. അപ്പോൾ ദൈവസഭയെ എന്താണ് ആക്കി തീർക്കുവാൻ ദൈവാഗ്രഹം. ദൈവസഭയിൽ എങ്ങനെ എന്ത് കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് ലേഖനം എഴുതുന്നതാണ്. 1 തിമോത്തിയോസും 2 തിമോത്തിയോസും. അപ്പോൾ ദൈവസഭയുടെ ആകെ തുകയായ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഒരു കൂട്ടം സ്പിരിച്വൽ പിഗ്മീസിനെ എഴുന്നേൽപ്പിക്കുവാനല്ല, ഒരു കൂട്ടം സ്പിരിച്വൽ ജയൻസിനെ എഴുന്നേൽപ്പിക്കുവാനാണ്. ഒരു കൂട്ടം ആത്മീയ ഭീമാഗായകന്മാർ എഴുന്നേറ്റ് വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും പൈശാചികമല്ല ആഗ്രഹിക്കുന്നത്. 10 വർഷം കഴിഞ്ഞാലും ആത്മീയമായിട്ട് ഒരു വിധത്തിൽ ഇവർ വളരരുത്. സ്തോത്രം. ഈ ഒരു കുഞ്ഞ് പാല് കുടിക്കുന്നത് പോലെ പാല് കുടിച്ചുകൊണ്ട് നടക്കുക എന്നാണ് ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മീയമായിട്ട് ഈ ദിവസങ്ങൾ പക്വത പ്രാപിക്കുക. അതാണ് ദൈവസഭയുടെ മെയിൻ ലക്ഷ്യം. ഒരു സഭ വളരുക എന്ന് പറഞ്ഞാൽ 100 കണക്കിനോ 1000 കണക്കിനോ 10,000 കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾ കൂടുന്നത് മാത്രമല്ല ദൈവസഭയുടെ വളർച്ച. ദൈവസഭയ്ക്ക് പുറമേ ഒരു വളർച്ചയുണ്ട്, ദൈവസഭയ്ക്ക് അകമേ ഒരു വളർച്ചയുണ്ട്. സ്വതം. അതുകൊണ്ട് പല സഭകളും ഇതൊരു ബാലൻസ് തെറ്റി നിൽക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും അത് ഉണ്ടായിട്ടുണ്ട്. കാരണം പല സഭകളിലും ചിലരാണെങ്കിൽ അകമയുള്ള വചനത്തിൻ്റെ അവർ വളരുവാൻ വേണ്ടി വചനത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ തന്നെ വളർന്നുകൊണ്ടിരിക്കും. പക്ഷേ പുറത്തു പോയി ആത്മാക്കളെ നേടുവാനുള്ള താല്പര്യം അവർക്കില്ല. പക്ഷെ മറ്റ് ചിലയിടങ്ങളിൽ പോയാൽ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ചേർച്ചസിൽ പോയാൽ അവർ കൂടുതലും എങ്ങനെയെങ്കിലും ജനത്തെ ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. സ്തോത്രം. അവിടെ ഒരു വലിയ കൂട്ടം വന്നു കഴിയുമ്പോൾ അത് ദൈവസഭയായി എന്നുള്ളതല്ല, അതിനപ്പുറത്ത് പുറമേയും അകമേയും ഒരു വളർച്ചയാണ് പരിശുദ്ധാത്മാവാകുക. അതാണ് ദൈവസഭയിൽ അപ്പോസ്തലിക കാലഘട്ടങ്ങൾ. നമുക്ക് അതിലേക്ക് വരാം. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ നമുക്ക് അതിലേക്ക് കടന്നു വരാം. അപ്പോൾ അവിടെ പറയുക, നിങ്ങൾ മാന്യമുള്ളവരായി തീരരുത്, നിങ്ങൾ ആത്മീയമായിട്ട് ഇത് ശക്തന്മാരായി തീരണം.
ദൈവത്തിൻ്റെ കരങ്ങളിൽ അനേകരുടെ വിടുതലിന് വേണ്ടി, അനേകരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രതിഫലം, അത് ചെയ്യുന്നവർക്ക് ഒരു പ്രതിഫലം സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഭൂമിയിൽ നിങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ലേ? ഭയപ്പെടേണ്ട. ഞങ്ങൾ ഒരുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതില്ലെങ്കിലും ഭയപ്പെടേണ്ട. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്കൊരു പ്രതിഫലമുണ്ട്. അവിടെ കള്ളൻ കടന്നു വരികയില്ല, ചിതൽ അരിക്കുകയില്ല. യെസ്, അല്ലെങ്കിൽ അവിടെ ആ ഉത്തമമായൊരു സമ്പത്ത് ഈ ദിവസങ്ങളിൽ കർത്താവ് ആമേൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. കാരണം നമുക്ക് ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണോ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണുക, കർത്താവ് പലപ്പോഴും ശാസിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവർക്ക് അത് മനസ്സിലാകാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ ബോട്ടിൽ അല്ലെങ്കിൽ വഞ്ചിയിൽ ആയിരുന്നപ്പോഴും കർത്താവ് യേശു ശാസിക്കുന്നുണ്ട്. കാരണം എവിടെ പോയി നിങ്ങളുടെ വിശ്വാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ദൈവം ഫസ്ട്രേറ്റഡ്. കർത്താവിനെ ആമേൻ ഇവരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് കർത്താവ്, അല്ലെങ്കിൽ ഫിഗ് ട്രീ കാണുമ്പോൾ, അത്തിമരം കാണുമ്പോൾ കർത്താവ് അതിനെ ശാസിക്കുന്നുണ്ട്. കാരണം ഫലമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്കറിയത്തില്ല. പല കാര്യങ്ങളും നമ്മൾ ഫലപ്രാപ്തിയുള്ളവരായി മാറുവാൻ, അധിക ഫലം കായ്ക്കുവാൻ, അമിത ഫലം കായ്ക്കുവാൻ, അതിനത്ര ഫലം കായ്ച്ചാലും ദൈവത്തിന് ഒരു ദുഃഖവുമില്ല. ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാക്കി ഈ ദൈവസഭയിൽ കേൾക്കുന്ന എത്ര വയസ്സായ 99 വയസ്സായാലും ഇന്ന് ഒരു തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയത്. ഇന്ന് വിശ്വാസം നിങ്ങൾ പറയണം, കർത്താവേ ഈ ദിവസം അങ്ങേക്ക് വേണ്ടി ഫലം കായ്ക്കുവാൻ, ലോകത്തിന് എന്തെങ്കിലും നേടുന്നതിനപ്പുറത്ത് എൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക്, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുക്കുന്നത് പോലെ തന്നെയെങ്കിലും കർത്താവേ അങ്ങേക്ക് വേണ്ടി ഈ ദിവസങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി ഊന്നൽ കൊടുക്കുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കും. അപ്പോൾ നമുക്ക് പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവസഭയിൽ കടന്നു വരുന്നുവെങ്കിലും ആത്മീയമായിട്ട് അവർക്ക് വളരുവാൻ സാധിക്കുന്നില്ല. വചനം ആത്മാവിൽ ആരാധിക്കുമ്പോൾ പലരും, ചിലരൊക്കെ നന്നായിട്ട് തുള്ളിച്ചാടും. പക്ഷേ വചനം വരുമ്പോൾ അവർ പലപ്പോഴും വാച്ചേ നോക്കും. സ്വതം അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം കഴിയുമ്പം പിന്നെ ചിലരാണെങ്കിൽ കോട്ടുമായിട്ട് കാണിക്കും. കാരണം സമയമായി മതിയെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ അതല്ല. അത് പറയുന്നവരും ശക്തമായ ദൈവവചനം പറയണം, തീർച്ചയായിട്ടും. വേണ്ട ഞാൻ പറയുന്നില്ല. സ്തോത്രം. പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവം ഈ ദിവസങ്ങളിൽ ആത്മീയമായിട്ട് ചിലരാണെങ്കിൽ, എനിക്കറിയാവുന്ന വ്യക്തി, ആ പേരൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം വന്നാൽ ദൈവസഭയിൽ വന്ന് ആരാധന തുടങ്ങി അദ്ദേഹം ഉറക്കം തുടങ്ങും. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദര, നിങ്ങളെന്താ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? കാരണം എന്നോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഉറക്കമില്ല രാത്രിയിൽ, ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. പക്ഷേ ദൈവസഭയിൽ വന്നിരുന്ന് ആരാധന തുടങ്ങി അന്നേരം ഉറങ്ങിക്കോളും. സ്തോത്രം. പിന്നെ അങ്ങോട്ട് തീരുന്നിടം വരെ അദ്ദേഹം ഉറങ്ങിക്കോളും. പിന്നെ ഇടയ്ക്കൊക്കെ വല്ല ചെണ്ട കൂടെ പ്രത്യേകിച്ച് ശബ്ദമൊക്കെ ചാടി എന്നിട്ട് കൈ കൊട്ടും. പക്ഷെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയമായിട്ട് ആ ഒരു പക്വത വന്നിട്ടില്ല. രക്ഷയുടെ അനുഭവം എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് മുന്നോട്ട് വരാം. അതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നെങ്കിൽ സഹായിച്ചെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇത് തെളിയിച്ചു തരുവാൻ വളരെ വിഷമമാണ്. മാനുഷികമായ ശക്തി കൊണ്ടോ, എൻ്റെ ബുദ്ധി കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൊണ്ടോ ഒന്നും, നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നും ആരോടും ഇത് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഒരു മഹാപുരോഹിതൻ, യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്ന് ഈ യഹൂദന് വിശ്വസിക്കാൻ കഴിയാത്ത, ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം പലർക്കും. അവർക്കതൊരു ഇടർച്ചയാണ്. they cannot believe it. കാരണം 1 കൊരിന്ത്യർ 1:18 വായിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അവിടെ പറയാവുന്ന, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. ക്രൂശിൻ്റെ വചനത്തെ പറ്റി പറയുമ്പോൾ അത് നമുക്ക് പലർക്കും ഭോഷത്വമാണ്. അത് താഴോട്ട് നമുക്ക് വായിക്കാം പിന്നീട്. ആമേൻ. രക്ഷിക്കപ്പെടുന്ന നമുക്ക് എന്താണ്? അത് ദൈവശക്തിയാണ്. ക്രൂശിൻ്റെ വചനം, ആമേൻ, the gospel of Christ is the power of God. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ഒരു പുരോഹിതനാണ് എന്നവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്? ഒരു മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠനാണ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒറ്റയ്ക്ക് കയറി ചെല്ലുവാൻ ലക്ഷക്കണക്കിന് ജനത്തിന് ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് മഹാപുരോഹിതൻ. അദ്ദേഹം ദൈവത്തിൻ്റെ അടുക്കൽ ആണ്ടിലൊരിക്കൽ മാത്രം ദൈവത്തിൻ്റെ മഹത്വം, ദൈവം ആരാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ എത്രയോ ഉന്നതനാണ്, എത്രയോ ശ്രേഷ്ഠനാണ്, എത്രയോ പരിശുദ്ധനാണ് ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ദൈവം എന്ന് ഇന്ന് അത് തിരിച്ചറിഞ്ഞ യഹൂദന ആണ് യഥാർത്ഥത്തിൽ ഒരുപാട് തിരിച്ചറിയും. അതുകൊണ്ട് ദൈവമെന്ന് പറയാൻ, യാഹേ എന്ന് പറയാൻ പോലും അവർക്ക് ഭയമാണ്. നമ്മൾ ദൈവത്തേക്ക് ഒരു എടാ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഈ ദിവസങ്ങൾ കൊടുക്കുവാൻ തയ്യാറാണോ?
നമ്മുടെ മലയാളം വാക്കുകളുടെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ദൈവത്തിന് അത് വിഷയം, കഥാ നമ്മളെ മനസ്സിലാക്കത്തക്ക. ഹി നോസ്, ഹി അണ്ടർസ്റ്റാൻഡ്സ് അസ്. നമ്മുടെ വായിലൊരു വാക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്ന് ദൈവം അറിയുന്നു. ഗോഡ് ഈസ് നെവർ ഇൻ ഷോക്ക്ഡ്. ദൈവം ഒരിക്കലും ഷോക്ക്ഡ് ആകുന്നില്ലെന്നാണ് പറയുന്നത്. എന്നെ പറ്റിയോ നിങ്ങളെ പറ്റിയോ? സ്തോത്രം. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിശുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞ് ചില സമയത്തൊക്കെ നമ്മുടെ വിശുദ്ധി എന്താണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പലപ്പോഴും നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുന്ന സമയങ്ങളുടെ സംസാരത്തിലായിരിക്കാം. പക്ഷെ അതൊക്കെ ദൈവത്തിന് അറിയാം. ഗോഡ് ഓൾറെഡി നോസ് ഇറ്റ്. ഗോഡ് ഈസ് നെവർ ഷോക്ക്ഡ്. ചില സാഹചര്യങ്ങളൊക്കെ ദൈവം ഉണ്ടാക്കുന്ന നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പോൾ ദൈവത്തിന് നമ്മളോട് സിംപതൈസ്, ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ മതി. ഏത് ബലഹീനതയിലും സഹായിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം why is a Jew is not, or Israelite Jew cannot believe? കാരണം ഡ്യൂട്രോണമി 21:22, ആവർത്തന പുസ്തകം 21:22, അവിടെ യേശു ക്രിസ്തുവിന്റെ മരണമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇടർച്ച. ഒരു മഹാപുരോഹിതനായവൻ ലേവി ഗോത്രത്തിൽ നിന്നും, ലേവി ജീൻസിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ രക്തത്തിൽ ലേവിയുടെ രക്തമുള്ളവന് മാത്രമേ ഒരു പുരോഹിതനാകാൻ സാധിക്കത്തുള്ളൂ. യഹൂദ ഗോത്രത്തിൽ നിന്നും അങ്ങനെ ആരും അങ്ങനെ ദൈവവചന പ്രകാരം, മോശയുടെ പ്രമാണപ്രകാരം ഇല്ല. അപ്പോൾ പക്ഷെ ഈ പുരോഹിതൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം എന്തായിരുന്നു? അത് ഏറ്റവും ഹീനമായ മരണം. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ഡ്യൂട്രോണമി ആവർത്തന പുസ്തകത്തിൻ്റെ 21:22. അപ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. പക്ഷെ അത് പിന്നീട് നമുക്ക് അത് വായിച്ചു വരുമ്പോൾ, അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പൂർണ്ണത പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും. 22. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്. അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. അവിടെ പറയുകയാണ്, ഏറ്റവും ശാപം എന്ന് പറഞ്ഞാൽ മരത്തിൽ തൂക്കപ്പെടുന്നവനാണ്, അല്ലെങ്കിൽ ക്രൂശ് മരണം വഹിക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെ ക്രൂശ് മരണം വഹിച്ച ഒരു യേശുവിന് എങ്ങനെ ഒരു കേഴ്സ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, ഈ ശാപഗ്രസ്തനായി തീർന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ മഹാപുരോഹിതനാകാൻ സാധിക്കുന്നു? നമുക്കറിയാം, ഗലാത്യരുടെ ലേഖനം 3:13 3 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം, ആ കർത്താവ് നമുക്ക് വേണ്ടി ശാപം ഏറ്റെടുക്കുകയായിരുന്നു. ആ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ശാപം ഏറ്റെടുത്തത് നമ്മുടെ പിതാമഹന്മാർ വഴി വന്നുപോയ ശാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ നിമിത്തം വന്നുപോയ ശാപങ്ങൾ, നമ്മുടെ വായിലൂടെ വന്ന വാക്കുകൾ നിമിത്തം വന്ന ശാപങ്ങൾ, നമ്മൾ തന്നെ ശപിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളെ ഒരുപക്ഷെ വ്യക്തികളുടെ കടന്നു വന്നായിരിക്കാം, പക്ഷേ ഒരുപക്ഷെ പിതാമഹന്മാരിലോ തലമുറകളിലേക്ക് വരുന്ന ശാപമായിരിക്കാം. ആ ശാപങ്ങളെ മുഴുവൻ യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുക്കുകയായിരുന്നു. he was a high priest. അദ്ദേഹം യേശു ക്രിസ്തു ഒരു സ്വന്തം ജനത്തിന്റെ, ലോകത്തിന്റെ മുഴുവൻ ശാപത്തെയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുന്ന ഒരു മഹാപുരോഹിതനാണെന്ന് അവർക്ക് വെളിപ്പെട്ടില്ല. അപ്പോൾ അവിടെ പറയുകയാണ്, അതെ, ഒരു ഓൾസോ മേക്കും, എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു നീതിമാനായി തീരുന്നത്? അപ്പോൾ അത് അങ്ങനെ ആകാത്ത ഒരു വ്യക്തി, അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ മഹാപുരോഹിതനാകാൻ സാധിക്കുന്നു? അതുകൊണ്ട് 1 കൊരിന്ത്യർ 1:22-24 വാക്യങ്ങളിൽ തുറമാനമായി വാക്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദന്മാർ എന്താണ് ചോദിക്കുന്നത്? യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു. യവനന്മാർ ബുദ്ധിമാരെന്ന് പറഞ്ഞ ഗ്രീക്സ്, അന്നത്തെ ഏറ്റവും നല്ല ഇന്റലക്ച്വൽ പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നല്ല. സ്തോത്രം, ഇന്ന് കാര്യം മാറി. അപ്പോൾ യവനന്മാർ, ഗ്രീക്സ് ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാ. ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു മരത്തിൽ തൂക്കപ്പെട്ട ക്രിസ്തുവാ. അതിനി മാറ്റം വരത്തില്ല. ക്രൂശിന്റെ വചനത്തിന് മാറ്റം വരത്തില്ല. ക്രൂശിന്റെ സത്യത്തിന് മാറ്റം വരത്തില്ല. അതിന്റെ അണുവിട വ്യത്യാസം വരത്തില്ല. പക്ഷെ അതിന്റെ സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ മതി എന്ന് യഹൂദന്മാരോട് പറയും. യഹൂദന്മാർക്ക് ഇതൊരു ഇടർച്ചയാണെന്നാണ് അവിടെ ഇരിക്കുന്നത്. ജാതികൾക്ക് ഭോഷത്വമാണ്. എനിക്കറിയാം, അനേക മറ്റു വിശ്വാസത്തിലുള്ളവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിത് ചോദിച്ചാണ് യേശു ക്രിസ്തു നിസ്സഹായനായി ഇങ്ങനെ മരത്തിൽ തൂക്കപ്പെട്ട, കുരിശിൽ തൂക്കപ്പെടുന്നത് എന്തിനാണെന്നൊക്കെ ഒരു സമയത്ത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒരുപാട് ഈ സത്യങ്ങൾ അനേകരിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അനേകർ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോഴും ആരൊക്കെയോ ഈ വചനം കേട്ടുകൊണ്ട്, ആരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ടുകൊണ്ട് എവിടെയൊക്കെയോ ജനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വരവെടുത്തു. ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കുക
പ്രസംഗിക്കപ്പെടും. അത് അവസാനത്തെ വ്യക്തിയോട് സംസാരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആമേൻ, അവസാനം വരെ യേശു വരാൻ സമയമായി. അപ്പോൾ അതേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം ജാതികൾക്ക് ഭോഷത്വമാണ്. യഹൂദന്മാരാകട്ടെ, മാർക്കാകട്ടെ, യവനന്മാർക്കാകട്ടെ, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയാണ്. ഒരു യഹൂദൻ ഇത് വിശ്വസിച്ചാൽ അവന് ദൈവശക്തിയായി മാറുന്നു. യവനൻ വിശ്വസിച്ച ദൈവജ്ഞാനവുമാണ്. ഇത് ഭോഷത്വമല്ല, ഇത് ദൈവശക്തിയാണ്. ഇത് ആമേൻ ഒരു മണ്ടത്തരമല്ല, ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. സ്തോത്രം. അപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം മെയിൻലി ഇതായിരുന്നു. ഇങ്ങനെ ഒരു മഹാപുരോഹിതനായി തീരുവാൻ സാധിക്കുമോ? അപ്പോൾ അന്ന് ഈ ഒരു കാര്യം ഇവർക്ക് വെളിപ്പെടാതിരുന്നത് കൊണ്ട് ഇതിനകത്ത് ദുരുപദേശകന്മാർ ദൈവസഭയിൽ കടന്നു വന്നു. എബ്രായക്കാരുടെ ഇടയിൽ അവർ വന്നിട്ട് പറഞ്ഞ്, മോശയുടെ കാര്യമൊക്കെ ശരി, യേശു ബാക്കിയെല്ലാം നിങ്ങൾ വിശ്വസിച്ചോ, പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിക്കരുത്. മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾ മടങ്ങി വരണം, നിങ്ങൾ സർക്കംസിഷനിലേക്ക് മടങ്ങി വരണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗലാത്യർ ലേഖനത്തിൽ ഈ ഒരു ദുരുപദേശം, ഇന്ന് ദൈവസഭകളിൽ ദുരുപദേശം ഉണ്ട്. അത് വളരെ നമ്മൾ വിചാരിക്കുന്നത് സിമ്പിളായിട്ടുള്ള, പക്ഷേ ദുരുപദേശമാണ് ഏറ്റവും അപകടകരമായ കാര്യം. സ്വതം ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ ദുരുപദേശം മതി. അപ്പോൾ ഗലാത്യർക്ക് ലേഖനത്തിൻ്റെ 3:13 പറയുകയാണ്, എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ. അവിടെ താഴോട്ട് സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. അവിടെ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന യഹൂദന് പീഡനം കടന്നു വന്നു. അന്നുണ്ടായിരുന്ന ആ യഹൂദ സഭയിൽ പീഡനം വന്നു. എന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവർ they will be persecuted. അപ്പോൾ അങ്ങനെ ഒരു ഭയത്തിൻ്റെ അവസ്ഥയിൽ നിന്നപ്പോൾ ദുരുപദേശവും പീഡനവും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു കൂട്ടം യഹൂദ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി എഴുതി കൊടുത്ത ലേഖനമാണ് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം. അത് ഇന്ന് ആ യഹൂദനല്ലാത്ത നമുക്കും ഇന്ന് അത് നമ്മുടെ വിശ്വാസത്തെ, ആ യേശു ക്രിസ്തുവുള്ള വിശ്വാസത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ അതിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു മുഖാന്തരമാക്കിയതോർത്ത് ദൈവത്തെ സ്തുതി. ദൈവം എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു ദിവസമോ ഒരു വർഷമോ അല്ലാതെ അത് യുഗയുഗാന്തരോളം നിലനിൽക്കുന്ന ദൈവിക പദ്ധതിയാണ് ദൈവത്തിന് എപ്പോഴും ഉള്ളത്. അപ്പോൾ അതിൻ്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം, വേഗത്തിൽ കടന്നു പോകാം. ദൈവത്തിന്റെ കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഇവരോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ യഹൂദന്മാർക്ക് ഇത് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഒരുവൻ വിശ്വാസത്തിൽ കടന്നവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ആദ്യം യു ഹാവ് ടു ബിലീവ് ദാറ്റ് ജീസസ് ഈസ് ദ ഓൺലി ഇന്റർമീഡിയറ്ററി. യേശു അല്ലാതെ ദൈവത്തിനും മനുഷ്യനും മധ്യേ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും കൊടുക്കപ്പെട്ടിട്ടില്ല. യേശു എനിക്ക് വേണ്ടി കാൽവയുടെ ക്രൂശിൽ ഒരു യാഗമായി തീർന്നു. എൻ്റെ ശാപങ്ങളും എൻ്റെ പാപങ്ങളും യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. ദിസ് കേഴ്സ് വിൽ നോട്ട് പാസ് ഇൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. എന്നിലൂടെ കേഴ്സ്, ഈ ശാപം എന്നിലൂടെ അവസാനിക്കുകയാണ്. ഇറ്റ് ഈസ് ഫിനിഷിംഗ് അപ്പോൺ മീ. ഞാൻ ഇനി ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ദൈവികമായ അനുഗ്രഹങ്ങളുടെ വ്യക്തവാക്കി ദൈവം മാറ്റുകയാണ്. ആമേൻ. നമ്മൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കും. തിരുവചനം പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹം എന്താണെന്നുള്ളതിനെ പറ്റി മറ്റൊരു കാര്യമാണ്. സ്തോത്രം. അപ്പോൾ അവിടെ പറയുകയാണ്, ഇപ്പോൾ തിരുവചനം പറയുകയാണ് ഈ ഒരു സത്യം, ഇത് ഇസ് ദ ബേസിക്. യേശു ക്രിസ്തു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഹൃദയത്തിൽ വിശ്വസിക്കാൻ ആദ്യം യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു മാത്രമേ വഴിയും സത്യവും ജീവനുമായി ഉള്ളൂ എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ, മറ്റെല്ലാ ഇൻഡസസറി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനി അവരിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരിന് സ്വർഗത്തിൽ കയറത്തില്ല. സ്തോത്രം. അത് കർത്താവ് യേശു ക്രിസ്തു മരിച്ചുയർത്ത് ദൈവത്തിൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്, യേശു ദൈവവും മനുഷ്യനും ആയതുകൊണ്ട് മാത്രമാണ് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പക്ഷത്ത് ആ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാൻ കഴിയുന്ന ഒരുവൻ യേശു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് മാത്രം ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അത് ചുമ്മാ പറഞ്ഞാൽ പോരാ. സ്തോത്രം. അത് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തിൽ എവിടെയും നമുക്ക് കർത്താവിനെ വേണ്ടി സാക്ഷിയായി നിൽക്കുവാൻ കഴിയും. അതെന്നെ പത്രോസ് അവിടെ വീണുപോയത് അവിടെയാണ്. അതുകൊണ്ട് ചുമ്മാ ഒരു ദിവസം പറഞ്ഞിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നുള്ളതല്ല. ജീവിത അവസാനം വരെ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഹൃദയം വിശ്വസിക്കുകയും എവിടെ ചെന്നാലും യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാനും തയ്യാറാണെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്.
സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ദൈവം അവരെ രക്ഷയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരും പറയാണ് രക്ഷിക്കപ്പെട്ട പലരും എന്താണ് പിന്മാറ്റത്തിൽ പോയത് അതിലേക്ക് വരുന്നുണ്ട്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് പിന്മാറ്റത്തിൽ വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങളുണ്ട്. ചിലരുണ്ട് പിന്മാറ്റത്തിൽ പോകത്തില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അപ്പോൾ പറയാം, നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ കാലം നോക്കിയാൽ നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് ചില വർഷങ്ങളായി, പക്ഷെ ഇന്ന് വരെ ബേസിക് ആയിട്ടുള്ള കാര്യം പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഹെബ്രായരെ, യഹൂദന്മാരെ, നിങ്ങൾക്ക് ഇതുവരെ കാര്യം അതിൻ്റെ ബേസിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇത് കാണുമ്പം ഹീസ് ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ യേശു ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ യേശു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ സ്വന്തം ശരീരത്തെ വലിച്ചു കയറിക്കണ്ട് എനിക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്ന യേശു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ സത്യങ്ങൾ പിന്നീട് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും പറയുകയാണ്, മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പറയുകയാണ്, ഈ ബേസിക്കുള്ള കാര്യത്തെ, ബേസിക്കായിട്ടുള്ള വിശ്വാസ സത്യങ്ങളെ ഈ ലേഖനകർത്താവ് പറയുന്നത് ഇത് പാലാണ്. എന്നാൽ ഒരുവൻ ജനിച്ചാൽ, സ്വതന്ത്രം, ഒരു വ്യക്തി ജനിച്ചാൽ ആദ്യം വിളിക്കുന്ന അമ്മയെന്നാണ് നമ്മൾ ഇടയ്ക്ക് പറയാനുള്ള. ജഡികമായി ജനിച്ചാൽ അമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് പറയുന്നത്. പക്ഷേ ഒരുവൻ വീണ്ടും ജനിച്ചാൽ ആദ്യം വിളിക്കുന്നത്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിലൊരു പുതിയ ആത്മാവിനെ ദൈവം തരുമ്പോൾ, എൻ്റെ ഉള്ളിലൊരു പുതിയ മനുഷ്യൻ പൂജാതനാകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് ആ വ്യക്തി മാറ്റപ്പെടുകയാണ്. അവിടെ ചെറിയ ഒരു ശിശു ജനിക്കുകയാണ്, അവിടെ ആത്മീയൻ ജനിക്കുകയാണ്. പക്ഷേ ഈ ആത്മീയൻ ജനിച്ചു കഴിയുമ്പോൾ ജഡികൻ അപ്പുറത്തുണ്ട്, പക്ഷേ അകത്ത് ഒരു ആത്മീയൻ ദൈവം ജനിക്കുവാൻ ഇടയാക്കിയാണ്. ഈ ആത്മീയൻ വളരണം. ഒരു ശിശു വളരുന്നത് പോലെ തന്നെ ഈ അകത്തുള്ള ആത്മീയം വളരണം. അതുകൊണ്ടാണ് നിക്കോദെമോസിന് യേശു പറഞ്ഞത്, നിക്കോദെമോസേ, നീ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കും. ദൈവരാജ്യം എന്താണ്? ഭക്ഷണവും പാനീയമല്ല, പരിശുദ്ധാത്മാ, സമാധാനം, സന്തോഷം. അതുമാത്രമല്ല, നമ്മുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ രാജ്യം. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ഒരുവൻ വീണ്ടും ജനിക്കണം. ജനിച്ചാൽ മാത്രം പോരാ. ജനിക്കുന്ന ശിശു ആബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ശിശു ജനിക്കുന്നത്. അതിനകത്ത് ശിശുവല്ലാതെ ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, യേശു പോലും ശിശുവായിട്ടാണ് ജനിച്ചത്. ശിശുവല്ലാതെ ജനിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആളുടെ പേര് പറയാമെങ്കിൽ തോത്രം നല്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ മുഖാമുഖം കാണാത്തതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒറ്റയാൾ മാത്രമേ ശിശുവല്ലാതെ ജനിച്ചിട്ടുള്ളൂ, അത് ആദാമ. അപ്പോൾ ദൈവം സ്വന്തം കൈകൊണ്ട് ആദാമിനെ സൃഷ്ടിച്ചുണ്ടാക്കി. അതിലാ ആദാം ഒരു ശിശുവായിട്ട് ജനിച്ചിട്ട് വളർന്നു വന്നതല്ല എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു സ്ത്രീയിൽ നിന്നാണ് ശിശു വരുന്നത്. പക്ഷേ ഈ ആദാമിൻ്റെ പ്രത്യേകതയുണ്ട്. ആദാമിൻ്റെ വാരിയിൽ നിന്നാണ് ഹവ്വ ജനിച്ചത്. ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയിൽ നിന്നും പിന്നീട് പുരുഷന്മാരെ ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആത്മീയ ജനനത്തിന് അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തി ജനിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ചാരിക്ക് ദ ഓൾഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പാപജഡത്തിലായിരിക്കുന്ന മനുഷ്യൻ, ദ കാർണൽ മാൻ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജഡവുമായി ബന്ധപ്പെട്ട മനസ്സ് അത് മാറി ആത്മീയമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളൊരു മനസ്സിലേക്ക് എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അത് ആദ്യ പാഠമാണ്. വീണ്ടും വരുമ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ആദ്യ പാഠമായിരിക്കുന്ന, അപ്പോൾ ഇതിനെ പാലായിട്ടാണ് ഈ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. 1 പത്രോസ് അതിൻ്റെ 2:2 പറഞ്ഞ് നമുക്ക് അറിയാവുന്ന വാക്യമാണ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ യു ഹാവ് ടു ഗ്രോ ഇൻ ദ സ്പിരിറ്റ്. യു ഹാവ് ടു ഗ്രോ. യുവർ സ്പിരിച്വൽ മാൻ ഹാസ് ടു ഗ്രോ. പുറമേയുള്ള നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ ശാരീരികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് തളച്ചു വരും. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു വ്യക്തി, അകത്തുള്ള വ്യക്തിക്ക് ഹി നീഡ്സ് ഫുഡ്. ആ വ്യക്തിക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ വചനം വായിക്കാതെ 2 ദിവസം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെ 2-3 ദിവസം ഞാൻ നിന്നാൽ എനിക്കറിയാം 4-ാം ദിവസമാകുമ്പോൾ ഞാൻ ശോഷിച്ചു പോകും, ഞാൻ ജഡികനായി മാറും. അതുകൊണ്ട് നിരന്തരമായി ദൈവത്തിൻ്റെ ജഡികനായി മാറുന്ന മറ്റൊന്നുമല്ല, ആത്മീയ ശക്തിക്ക് വ്യത്യാസം വരും. അത് ചോർന്നു പോകുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവൻ ക്ഷീണിക്കാൻ തുടങ്ങും. they became lean in the spirit എന്നാണ് ഇസ്രായേൽ മക്കളെ പറ്റി മരുഭൂമിയിൽ ഇറങ്ങി അവർ കാടപ്പക്ഷിക്ക് വേണ്ടി കരയുമ്പോൾ അവർ വായിൽ കാടപ്പക്ഷി ഇരിക്കുമ്പോൾ തന്നെ മരിച്ചു വീണു.
ആമേൻ. ബിക്കോസ് ദ സോൾ ബിക്കെയിം ലീൻ. അവരുടെ ആത്മാവ് ശോഷിച്ചു പോയി. ആത്മീയ മനുഷ്യൻ ദൈവവുമായിട്ട് വേർപെട്ടുപോയി. അപ്പോൾ ദൈവവുമായിട്ട് ഒരു കൂട്ടുബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടിരുന്നാണ് ഒരുവന്റെ ആത്മീയ ജനനം. യു ക്യാൻ സ്പീക്ക് ടു ഗോഡ്. നിങ്ങളും ദൈവവുമായിട്ട് യഥാർത്ഥത്തിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം ഒരുവന്റെ വീണ്ടും ജനനത്തിന്റെ അനുഭവം കൊണ്ട് പരിശുദ്ധാത്മാവിന് ഉള്ളിൽ പകരുമ്പോൾ ആവാ എന്ന് വിളിക്കുവാൻ, അപ്പാ എന്ന് വിളിക്കുവാൻ മറ്റൊരു നാമവുമില്ല, യേശു എന്ന നാമത്തെ അവൻ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുമ്പോൾ അവനെ ദൈവ മക്കളെന്ന പദവിയിലേക്കല്ല, ദൈവ മക്കളെന്ന അധികാരത്തിലേക്ക് ദൈവം എന്നെ കരം പിടിച്ച് കയറ്റുന്നു. അപ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മായമില്ലാത്ത മിൽമ പാല്, അതിനകത്തൊക്കെ മായമുണ്ട്. പക്ഷേ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല്, കലർപ്പില്ലാത്ത ദൈവത്തിന് വചനം സംസാരിക്കുന്നതിനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നാറുണ്ട്. ഇതിനകത്ത് കലർപ്പില്ലാതെ സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്നവരെ ഈ ഹല്ലേലൂയ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. കാരണം ഇതിനകത്ത് ഒന്നും മസാല ചേർക്കത്തില്ല കേട്ടോ. ഉള്ള വചനം ഉള്ളതുപോലെ പറഞ്ഞാൽ ദൈവജനം വിടുവിക്കപ്പെടുകയാണ്. സ്തോത്രം. മുമ്പൊക്കെ മസാല ഉള്ള സുവിശേഷം പറഞ്ഞ് പലരും പ്രധാന സന്നിധിയിലേക്ക് വന്ന അവരുടെ ജീവിതത്തിൽ പല അപജയങ്ങൾ വന്നിട്ട്. പക്ഷേ ഇന്ന് നമുക്ക് ആക്ച്വലി സൂക്ഷിച്ച് നോക്കിയാൽ പലർക്കും ആവശ്യം യഥാർത്ഥ സത്യവചനം. ഇന്ന് ജനം അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ സത്യവചനം സംസാരിക്കുന്നവരെ കേൾക്കുവാൻ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. സ്തോത്രം. അപ്പോൾ സത്യമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. യഥാർത്ഥത്തിൽ സത്യമാണ് നമ്മളെ വിടുവിക്കുന്നത്. നമ്മുടെ അനുഗ്രഹം ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവിക സത്യം വെളിപ്പെടുമ്പോഴാണ്. സ്തോത്രം. അപ്പോൾ അവിടെ പറയുകയാണ് നമുക്ക് നിങ്ങളിങ്ങനെ ഒരു ശിശുവായിട്ട് നിന്ന് ശിശു എന്ത് ചെയ്യും? ശിശു എന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 വർഷം കഴിഞ്ഞാലും ഒരു വ്യക്തി പാല് കുടിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് അത് ഭൗതികമായിട്ട് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വളരെ തമാശയായിട്ട് തോന്നും. 10, 12, 15 വയസ്സായ ഒരാൾ ഒരു കുപ്പിപ്പാലും പിടിച്ചോണ്ടെങ്കിൽ കുടിച്ചോണ്ട് നടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ ചിരിക്കും. എന്ന് പറഞ്ഞ പോലെ ദൈവം നോക്കുമ്പം ഇദ്ദേഹം പാൽ കുടിച്ചോണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഭക്ഷണം വേണ്ട കുടിക്കുന്നത്. അപ്പോൾ അതല്ല ദൈവം പറയും. ദൈവം കഥാവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് നിന്നാൽ പോരാ. ആദ്യം യേശുവിനെ എന്ന് പറഞ്ഞ ഹെബ്രായക്കാരെ പറ്റി അദ്ദേഹത്തിന് ഭയങ്കര വല്ലാതെ അങ്ങ് ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശാസിക്കുന്ന കാണുവാൻ സാധിക്കും. നിങ്ങൾ മാധ്യമമുള്ളവരായി യു ഹാവ് ബിക്കം ഡൾ ഇൻ ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അതാ. ഇന്ന് പലർക്കും ഈ ബൈബിൾ സ്റ്റഡിക്കകത്ത് താല്പര്യം. പലർക്കും താല്പര്യം എന്താണെന്ന് വെച്ചാൽ പ്രവചനം കേൾക്കുക എന്നുള്ളതാണ്. പലർക്കും കൂടുതൽ പ്രവചനം കേൾക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഇഷ്ടമാണ്. കാരണം ഒരുപാട് നമുക്കൊരു ഉത്സാഹവും ഒരു ബലവും ഒരു ശക്തിയും ഒരു പ്രോത്സാഹനവും ഒക്കെ തരാൻ നല്ലതാണ്. പക്ഷെ അത് സത്യമായിട്ടുള്ള പ്രവചനമായിരിക്കണം എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഭാവനകൾ അപ്പോൾ അത് ഇടയ്ക്ക് നല്ല കാര്യം. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം വെളിപ്പെട്ടാൽ പിന്നെ ഈ പ്രവചനത്തിന് പുറകെയോ ഭൗതിക കാര്യങ്ങൾക്ക് മുന്നാലെയോ നമ്മൾ ഓടത്തില്ല. അപ്പോൾ ഇന്നും പലരുടെയും ആഗ്രഹം ഈ ഒരു പാല് കുടിക്കണം എന്നുള്ള. കർത്താവ് വിടുവിക്കും, കർത്താവ് സൗഖ്യമാക്കും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പാല്. ഇത് പാല് കുടിക്കാൻ നമുക്ക് വളരാൻ പറ്റും. അതുകൊണ്ട് ആവശ്യമാണ്. കർത്താവ് സൗഖ്യമാക്കും, യേശു വിടുവിക്കും. ഇന്ന് രാത്രിയും യേശു ആരെയൊക്കെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, ആരെയൊക്കെ കർത്താവ് ഈ ദിവസം ഇപ്പോൾ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെയോ കർത്താവ് ആരുടെയൊക്കെ വിഷയത്തിൻ്റെ മേൽ വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സുവിശേഷത്തിനകത്ത് നിൽക്കുവാനല്ല, ഒരു ദൈവസഭയ്ക്കകത്ത് ശക്തന്മാർ എഴുന്നേൽക്കണം, സുവിശേഷകന്മാർ എഴുന്നേൽക്കണം, അതിനകത്ത് പ്രവാചകന്മാർ എഴുന്നേൽക്കണം. സ്തോത്രം. അതിനകത്ത് ഈ ദിവസങ്ങൾ ടീച്ചേഴ്സ് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭ വളരണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. വചനമുള്ളവർക്ക് അത് തുറന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഇതുകൊണ്ട് ഈ വചനം മനസ്സിലാക്കിയാൽ ഒരു കള്ളപ്രവാചകൻ നിങ്ങളെ സ്വതം കൊടുക്കാൻ സാധിക്കത്തില്ല. ആമേൻ. ഇന്ന് പലരും കുടുങ്ങി പോയിക്കൊരിക്കുക, പലരും ബന്ധിക്കപ്പെട്ടു പോയിരിക്കും. സ്വതം ഇന്ന് പുറത്ത് വരണമെങ്കിൽ ദൈവത്തിന് സത്യം അറിയണം. ഞാനും പല അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാൽ ദൈവത്തിൻ്റെ സത്യം നമ്മൾ മനസ്സിലാക്കാന്നുള്ള ഫസ്റ്റ് തിങ്. അങ്ങനെയാണെങ്കിൽ ആർക്കും നമ്മളെ വഞ്ചിക്കാൻ സാധിക്കത്തില്ല. ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഉലയുന്ന ശിശുക്കൾ ആയിരിക്കാതെ. ഒരു ശിശു ആയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു ശക്തനായ പോരാളിയായി മാറ്റുവാൻ, ആത്മീയ തേരാളിയായി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ചിലരെ ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ
ഈ ദിവസങ്ങളിൽ ശത്രുവിൻ്റെ പാളയങ്ങളെ തകർക്കാൻ കഴിയും. നമുക്കെതിരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിനുമേ നിൽപ്പുണ്ട്. പലർക്കും അറിയത്തില്ല അതിൻ്റെ ആഴം എന്താണെന്ന്. എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാണ്, കർത്താവേ അത് യഥാർത്ഥത്തിൽ കൂടുതൽ വെളിപ്പെടുത്തണമേ എന്ന്. കാരണം ഇതിനെ മറികടന്നാൽ, ഇതിനെ തകർത്താൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിന് മേൽ അതിനെ തകർക്കുവാനുള്ള ശക്തിയെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞാൽ മാത്രം പോരാ. ദൈവത്തിൻ്റെ വചനമാകുന്ന കട്ടിയായിട്ടുള്ള ചിക്കനും മട്ടനും അതുപോലെ സൂപ്പും ഒക്കെ കുടിക്കാൻ തുടങ്ങിയാണല്ലോ സ്തോത്രം, നമ്മൾ ശക്തനാകാൻ തുടങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൂടുതലായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയാൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങും. നമ്മൾ ശക്തന്മാരാകാൻ തുടങ്ങും. സ്തോത്രം. അപ്പോൾ പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ, അവൻ ശിശുവല്ലോ. അപ്പോൾ പാല് കുടിക്കുന്നവനായ, അല്ലെങ്കിൽ ഈ ഇനീഷ്യൽ ഫസ്റ്റ് ലെവൽ ഓഫ് ഗോസ്പൽ, അതിലേക്ക് അതുകൊണ്ടാണ് നമ്മളെല്ലാം വന്നത്. കർത്താവ് നമ്മളെ സൗഖ്യമാക്കും, നമ്മളെ വിടുവിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്നത് കൊണ്ടാണ് നമ്മൾ പലരും ഇന്ന് കർത്താവിൻ്റെ സന്നിധി. പക്ഷേ ഇതിനകത്ത് നിൽക്കുവാനല്ല, ഇനി നമ്മൾ അനേകർക്ക് പകർന്നു കൊടുക്കുന്നവരായി മാറുവാൻ, നമ്മൾ അനേകർക്കൊരു വിടുതലായി തീരുവാൻ. അപ്പോൾ ഈ പാലിൻ്റെ പ്രത്യേകത എന്നാ? ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം വിശുദ്ധീകരണമോ അല്ലെങ്കിൽ ദൈവവുമായിട്ട് നിരപ്പാകേണ്ട മണ്ഡലങ്ങൾ എന്താണെന്നോ തിരിച്ചറിയാൻ കഴിയാതെ, ദൈവത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് ദൈവം എന്നെ വിളിച്ചെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, വിളിയും തെരഞ്ഞെടുപ്പും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാതെ, ദൈവിക ഉപദേശ സത്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാകുവാൻ കഴിയാതെ ആത്മീയ കണ്ണുകൾ ഇന്ന് കുരുടായി കിടക്കുമ്പോൾ, അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. അത് ഉപദേശത്തെ പറ്റി പറയുന്നുണ്ട്. ദൈവിക ഉപദേശം എന്താണെന്ന്, ദൈവസഭയുടെ ഉപദേശം എന്താണെന്ന് വരുന്ന ചാപ്റ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അല്ല, അപ്പോൾ കട്ടിയായിട്ടുള്ള ആഹാരം, നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്ന തഴക്കത്തിൽ ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. സോളിഡ് ഫുഡ് ഈസ് ടു ദോസ് ഹു ആർ ഓഫ് ഫുൾ ഏജ് ആയവർക്ക് മാത്രമേ, പല്ല് കിളുത്തവർക്ക് മാത്രമേ കട്ടിയായിട്ടുള്ള ആഹാരം കഴിയും. അപ്പോൾ ആ ഒരു പക്വതയിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കും. ദാറ്റ് ദോസ് ഹു ബൈ റീസൺ ഓഫ് യൂസ് ഹാവ് ദ സെൻസ് എക്സസൈസ് ടു ഡിസേൺ ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ, നല്ലതും തിന്മയും തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഒരു പക്വത വേണം. അപ്പോൾ ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു, അപ്പൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മകന് പ്രായമായി 18 വയസ്സായെങ്കിൽ നമുക്ക് വോട്ടവകാശം കിട്ടും എന്ന് പറഞ്ഞതുപോലെ ആത്മീയമായിട്ടൊരു പക്വതയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ദൈവിക വാക്തത്വങ്ങൾ പലതും നമുക്ക് കിട്ടും, ദൈവം തരത്തുള്ളൂ. കാരണം ആ പക്വത വരാത്തവന് ചില അനുഗ്രഹങ്ങൾ കൊടുത്താൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് ദൈവത്തിന് അറിയാമത് കൊണ്ട് പലർക്കും ഇന്ന് നമുക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ആത്മീയ പക്വതയിലേക്ക് വരുവാനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ട് ഇന്ന് ഈ ചാപ്റ്റർ തീരുകയാണ്. പക്ഷേ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, ഹെബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സത്യ ഉപദേശത്തെ പറ്റി, ദൈവത്തിൻ്റെ ഉപദേശം എന്താണെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ബോധ്യം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണയാവും. അപ്പോൾ യു ക്യാൻ ബി യൂസ്ഫുൾ ഫോർ ഗോഡ്സ് വർക്ക്. എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ദൈവം എങ്ങനെയായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുക. എഫീഷ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-13 വാക്യങ്ങളിൽ നമുക്ക് കാണും. അവൻ ചിലരെ ദൈവത്തിൻ്റെ വിളി ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവികമായൊരു വിളി കിടപ്പുണ്ട്. അത് ചിലരെ അപ്പോസ്തലനാണ് ഏറ്റവും ശ്രേഷ്ഠനായി കണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഉണ്ടാകേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട് ഒരു അപ്പോസ്തലൻ. ചുമ്മാ ഇന്ന് പലരും അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ പുതിയ നിയമം അപ്പോസ്തലത്വം കഴിഞ്ഞെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അപ്പോസ്തലന്മാർ യേശുവിനെ കണ്ടവരായിരിക്കണം. അപ്പോസ്തലന്മാരായും ചിലരെ അത്ഭുതങ്ങൾ ചെയ്തവരായിരിക്കണം. അത്ഭുതങ്ങൾ കർത്താവിലൂടെ ചെയ്തിരിക്കണം. അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകൻ, ചിലരെ പിന്നെ വരുന്നതാണ് പ്രവാചകൻ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തിന് പറഞ്ഞു കൊടുക്കുക. പുരോഹിതൻ എന്താ ചെയ്യുന്നത്? ദൈവത്തോട് തൻ്റെ ജനത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നു. അതാണ് പുതിയ നിയമസഭയുടെ വിളി. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ഭൂമിയിലുള്ള ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തകർന്നുകൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ഈ ദിവസം ഇടിവിൽ നിൽക്കുവാനാണ് ദൈവസഭയെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതൊരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. പുരോഹിതന്റെ ശുശ്രൂഷ ദൈവത്തോട് കാര്യങ്ങൾ പറയുക. പക്ഷേ ഇങ്ങോട്ട് ദൈവം പറയുമ്പോൾ ജനത്തോട് അറിയിക്കുന്നവനാണ് പ്രവാചകൻ. ദൈവശബ്ദം കേൾക്കുന്നവനാണ് പ്രവാചകൻ. ഒരു പ്രവാചകനെ സൂക്ഷിച്ചു നോക്കി യഥാർത്ഥത്തിൽ പ്രവാചകനാണോ എന്നറിയണമെങ്കിൽ അദ്ദേഹം വിശുദ്ധനായിരിക്കണം. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്, വിശുദ്ധിയില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരുവനോട് ദൈവം സംസാരിക്കത്തില്ല.
അല്ലെ നമ്മളോടൊക്കെ സംസാരിക്കാൻ കാരണം എവിടെയൊക്കെ നമുക്ക് കുറവുകൾ ഉള്ളപ്പോൾ ദൈവത്തിന് പലപ്പോഴും നമ്മളോട് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവമായിട്ട് ഈ ദിവസങ്ങൾ അടുത്ത് വരുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഗോഡ് വിൽ സ്പീക്ക് ടു യു. ദൈവം സംസാരിക്കാൻ ദൈവം നമുക്ക് തയ്യാറാകും. കാരണം നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു നീതിയുടെ വഴിയിലേക്ക് ദൈവം കാണിക്കും. ദൈവ വചനത്തിലൂടെ വചനമാകുന്ന ജലത്താൽ കഴുകപ്പെട്ടവരായി തീരുവാനാണ്. അപ്പോൾ വചനം പാല് മാത്രം, വചനം ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ. വചനം പാല് മാത്രമല്ല, മിൽമ പാലല്ല, വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്തിരുന്ന മായമുള്ള പാലല്ല, ഇത് ശുദ്ധമായ പാലാണ്. സ്തോത്രം. ഇത് കുടിച്ചാൽ ബലപ്പെടും. പക്ഷെ അതിനപ്പുറത്തെ കട്ടിയായിട്ടുള്ള ആഹാരം വേറെ കിടപ്പുണ്ട്. അപ്പം അതുകൂടെ ഈ ദിവസങ്ങൾ കഴിച്ച് ബലപ്പെടുവാൻ, കർത്താവിന് അനുഗ്രഹം പ്രാപിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പരിജ്ഞാനത്തിലുള്ള ഐക്യതയും അവിടെ പറഞ്ഞിരിക്കുന്ന സമയം ഉള്ളപ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. താല്പര്യമുള്ളവർ 4:11-13 ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരെ, ചില ഇടയന്മാരായി, പാസ്റ്റേഴ്സായി, ചിലരെ ടീച്ചേഴ്സാക്കി. പാസ്റ്റേഴ്സ് ടീച്ചേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നതാണ് പാസ്റ്റർമാർ. പക്ഷേ ചിലർക്ക് ടീച്ചിങ് മാത്രമുള്ളവരുണ്ട്, നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ 5 തൂണിലാണ് ദൈവസഭ നിൽക്കുന്നത്. ഈ 5 തൂണുണ്ടെങ്കിൽ ദൈവസഭ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ദൈവത്തിന് ഇനി ഇതെല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത തികയണം. എന്നെങ്കിൽ ഒരുത്തൻ്റെ ഉപദേശം മറ്റൊരാൾക്ക് തെറ്റായി തോന്നരുത്. യഥാർത്ഥത്തിൽ ഉപദേശത്തിൽ നിൽക്കണം. തികഞ്ഞ പുരുഷത്വം, ഒരു പുരുഷനായി മാറണം. ആമേൻ. ക്രിസ്തു, കാരണം പുതിയ സഭയിലെ കാര്യം പറഞ്ഞിരിക്കുന്ന സഭയെ പറ്റി ഞാൻ പറയുന്നത്, പുരുഷത്വം ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ആത്മീയ വർധനയ്ക്കും വേണ്ടിയാണ് ദൈവം നമ്മളെ വളരുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം അതുകൊണ്ടാണ് വളരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പക്ഷേ എന്തുകൊണ്ടാണ് മറ്റൊരു കാര്യം, ദൈവസഭയ്ക്ക് ഒരു യൂണിറ്റ് വരണമെങ്കിൽ മറ്റൊരു കാര്യം വേണം. ശരീരം മുഴുവൻ യുക്തമായി ചേരണം, ഏകീഭവിച്ച് ഓരോ അംഗത്തിൻ്റേത് അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയിലും സ്നേഹത്തിനുമുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നവർ തമ്മിലൊരു ഡിഫറൻസ് വരാൻ പാടില്ല. ദൈവസഭ ഒരു കൈ ആണെങ്കിൽ കൈക്കും കാലിനും തമ്മിൽ പ്രശ്നം വരണ്ട. അല്ലെങ്കിൽ തല പറയുകയാണ് കയ്യെ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ നീങ്ങത്തിലൊന്ന് കൈ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തലയായിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞാലും ചെയ്യുവാൻ തയ്യാറാണ്. ചിലപ്പോൾ വിരളായിരിക്കാം ഒരുവനെ ഒരു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ചിലരെ കാലായിട്ടായിരിക്കാം, ചിലരെ കർത്താവിനെ, പക്ഷെ ക്രിസ്തുവാകാൻ ആരും സാധിക്കത്തില്ല. അപ്പോൾ അതുപോലെ ആ വചനത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡിയിലേക്ക് നമ്മളൊരു പാർട്ടായി തീരുമ്പോൾ അത് തമ്മിലുള്ള ഒരു യോജിപ്പുണ്ട്, ഒരു യൂണിറ്റി ഉണ്ട്. അത് സ്നേഹത്തിനാണ് നിൽക്കുന്നത്. ഈശോയുടെ സ്നേഹം നമ്മളൂടെ ഈ ദിവസം ഒഴുകട്ടെ. അപ്പോൾ ഇന്ന് 5-ാം അധ്യായം തീരുകയാണ്. ദൈവം അനുവദിച്ച് നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കർത്താവ് ഇടയാക്കും. നമുക്ക് ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മളെ